അക്ഷരങ്ങളെ അതിജീവനത്തിന് തിരഞ്ഞെടുത്തൊരു സംരംഭകയുണ്ട് കോഴിക്കോട് സാഹിത്യ നഗരത്തിൽ. പഠിച്ചതും പരിശീലിപ്പിച്ചതും അധ്യാപനമായിരുന്നെങ്കിലും പുസ്തകങ്ങൾക്കിടയിലേക്കുള്ള യാത്രയാണ് ഇന്ന് സുഫൈറ ഹബീബിനെ അടയാളപ്പെടുത്തുന്നത്. എൻ്റെ പേര് സുഫൈറ ഹബീബ്, വീട് കൊടിയത്തൂരാണ്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ സാഹിത്യ നഗരിയായ കോഴിക്കോട് അരയെടുത്ത് പാലം നൂർ കോംപ്ലക്സിൽ പുസ്തകലോകം എന്നൊരു സ്ഥാപനമായിട്ടാണ്. ഞാനിതിലേക്ക് വരാനുണ്ടായത് ശരിക്കും അധ്യാപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. 4 വർഷം ചെറുവാടി ഹയർ സെക്കൻഡറിയിൽ അധ്യാപനം കഴിഞ്ഞ് കോവിഡിൻ്റെ ആ സമയത്താണ് ഓൺലൈനായിട്ട് താത്തയുടെ ഹസ്ബൻഡ് ബുക്സൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, വിൽപ്പന നടത്തി. അപ്പം അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അഡ്മിനായി ആ ഗ്രൂപ്പുകളിൽ പോസ്റ്റുകളൊക്കെ ഇട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇതിലേക്ക് വന്നത്. ആസ് എ വുമൺ ഞാൻ ഫസ്റ്റായിട്ട് ഈ ഓഫീസുകളിലും സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ഒന്ന് ബുക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റുള്ള സാധനമാണ്. അത് തോളിലും ബാഗിലും ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ പല ആളുകളും വേറൊരു രീതിയിലാണ് നമ്മളെ കാണുന്നത്. പിന്നെ സ്ത്രീ ആയതുകൊണ്ടാവാം, ഇങ്ങനെ ഒരു ജോലിക്ക് വരുന്നത് കൊണ്ടാവാം, എന്താണെന്നറിയില്ല. പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ബി.എഡ് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഈ ജോലിക്ക് വരുന്നത്, അങ്ങനെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന രീതിയിൽ, ഇപ്പം ജോലി പൈസ മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം അത് ജോലി ആ രീതിയിൽ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിന് കൂടി ഒരു സംതൃപ്തിയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ടീച്ചിങ് ഫീൽഡിൽ നിന്നും മാറിയിട്ട് ഈ പുസ്തകത്തിലേക്ക് തന്നെ വന്നത്. അപ്പം അതിൽ നിന്നാണ് ഒരു സ്ഥലം കിട്ടിയാൽ ഒരു സ്ഥലത്ത് പുസ്തകങ്ങളെല്ലാം കൂടി ഒരു ഷോപ്പ് പോലെ തുടങ്ങിയാൽ നന്നായിരുന്നു എന്നുള്ളൊരു ഇത് വന്നത്. നമ്മുടെ പഴയ ഓതേഴ്സ് MT നമുക്കറിയാം, അങ്ങനെയുള്ള ഓതേഴ്സിൻ്റെ നോർമലി എല്ലാ ബുക്കുകളും പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ടീനേജേഴ്സിന് പറ്റിയ കുറച്ച് ട്രെൻഡിങ് ആയ പുതിയ ആളുകൾ റൈറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവർ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ ബുക്കുകളാണ്, കുറച്ച് റൊമാൻറ്റിക് ആയിട്ടും ഒരു ഫിലിം കാണുന്ന രീതിയിൽ വായിച്ചു പോകാൻ പറ്റിയ ബുക്കുകൾ സെലക്ട് ചെയ്ത് എഴുതുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ ബുക്കുകൾ നന്നായിട്ട് സോഷ്യൽ മീഡിയയിൽ പരസ്യമിടുകയും അത് വിറ്റഴിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഴയകാല റൈറ്റേഴ്സ് ഉള്ള എഴുതുന്ന ബുക്കുകൾ നന്നായിട്ട് പോകുന്നുണ്ട്. വായന മരിച്ചിട്ടൊന്നുമില്ല. പല ആളുകളും പറയും ഇപ്പോൾ മൊബൈലിലും എല്ലാവരും മൊബൈലിലാണ്, പക്ഷെ വായിക്കുന്ന ആളുകൾ ഇന്നും വായിക്കുന്നുണ്ട്. അത് പുസ്തകം തന്നെ വായിച്ചാലേ അതിൻ്റെ ഒരു എഫക്റ്റ് അവർക്ക് കിട്ടുള്ളൂ. പുസ്തക വിൽപ്പനയിലേക്ക് വന്നതിന് ശേഷമാണ് വായന തുടങ്ങുന്നത്. കുറച്ച് പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ ഷോപ്പിലിരിക്കുന്ന സമയത്ത് എടുത്ത് വായിക്കും, കുറച്ച് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് എടുത്ത് വായിക്കും. ബഷീറിൻ്റെ ബുക്കുകൾ, ഓൾക്കമിസ്റ്റ്, പൗലോ കൊയ്ലോയുടെ ഓൾക്കമിസ്റ്റ്, ബെന്യാമിൻ സാറിൻ്റെ ആടുജീവിതം, മീരയുടെ ഖബർ, ഇത്തരത്തിലുള്ള ചെറിയ ബുക്കുകളൊക്കെ എടുത്ത് വായിക്കാറുണ്ട്. എസ്.കെ. പൊറ്റക്കാടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു യാത്രാവിവരണങ്ങൾ കൂടുതലായിട്ട് എഴുതിയത് എസ്.കെ. പൊറ്റക്കാടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ആ ഒരു രീതിയിൽ ആ സ്ഥലങ്ങളിലൂടെയൊക്കെ തന്നെ നമ്മൾ കടന്നു പോയ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ ഇപ്പം കുറേ മാറ്റങ്ങൾ വന്നുപോയി. കോഴിക്കോട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ആ രീതിയിൽ നിന്നും പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പം വന്നാൽ നമ്മുടെ മുട്ടായിത്തെരുവൊക്കെ കണ്ടാൽ നല്ല മാറ്റങ്ങൾ, പല രീതിയിലുള്ള കൊത്തുപണികളിലൂടെ ഒരു സാഹിത്യ നഗരി എല്ലാവരും പുറത്തുള്ള ഏതൊരാളും ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നഗരമായിട്ട് തന്നെ കോഴിക്കോട് മാറിയിരിക്കുന്നുണ്ട്.